ഹിസ് മൈൻ പാർട്ട് 2. അത് എനിക്കറിയില്ല. അവനെ നോക്കാതെ തലയും താഴ്ത്തി അതും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് അവൾ നോക്കിയിരുന്നു. പിന്നെ ആദ്യം ഒന്നും ചോദിച്ചില്ല. പക്ഷേ ആ യാത്രയിലുടനീളം അവരുടെ രണ്ടുപേരുടെയും മനസ്സ് അതിനുള്ള കാരണം തേടുകയായിരുന്നു. കാരണം കുറച്ചു നാളുകളായിട്ട് സാറയുടെ സ്വപ്നത്തിലും ഇടനെഞ്ചിൽ ത്രിശൂലം പതിഞ്ഞ അവ്യക്തമായ മുഖത്തോടെയുള്ള ഒരുവൻ കടന്നു വരാറുണ്ടായിരുന്നു. കർത്താവേ, അന്നൊക്കെ ആ സ്വപ്നം കാണുമ്പോൾ വെറുതെയാണെന്ന് കരുതി തള്ളിക്കളയാറാണ് പതിവ്. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടോ വല്ലാത്തൊരു പേടി തോന്നുന്നല്ലോ. കാത്തുകൊള്ളണേ ഈശോയെ, മനസ്സിൽ പ്രാർത്ഥിച്ചു കൊണ്ടവൾ കണ്ണുകൾ ഇറുക്കെ അടച്ച് സീറ്റിലേക്ക് ചാരിയിരുന്നു. കുറച്ചധികം ഓടാനുള്ളത് കൊണ്ട് തന്നെ വല്ലാത്തൊരു മടുപ്പ് പോലെ തോന്നിയ ആദി അവൻ്റെ ഫോൺ കണക്ട് ചെയ്ത് സോങ് വെച്ചു. അപ്പോഴേക്കും സാറ കണ്ണുകൾ അടച്ചു കിടന്ന് ഉറക്കിലേക്ക് വഴുതിപ്പോയിരുന്നു. നീ കണ്ണോട് കണ്ണോട് കണ്ണോരമായി, കാതോട് കാതോട് കാതോരമായി, നെഞ്ചോട് നെഞ്ചോട് നെഞ്ചോരമായി നിറയേ. നീ തോരാതെ തോരാതെ തീരാതെയായി, മായാതെ മായാതെ മായാതെയായി, എന്നാളും എന്നാളും എന്നാളമായി പടരേ. റേഡിയോയിൽ നിന്നും ഒഴുകി വരുന്ന പാട്ട് കേട്ടപ്പോൾ എന്തുകൊണ്ടോ ആദിയുടെ മിഴികൾ തേടിപ്പോയത് സാറയെയാണ്. ആരാണ് നീ എനിക്ക്? എന്തിനാണ് എന്നും എൻ്റെ സ്വപ്നത്തിൽ വന്നെന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? ഒന്നിനും ഉത്തരം കണ്ടെത്താൻ എനിക്കാവുന്നില്ല. ഈ യാത്ര കൊണ്ട് നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം മാറി മറിയും എന്ന തോന്നൽ എന്തുകൊണ്ടാണ് എന്നിൽ നിറയുന്നത്? എന്തെങ്കിലും ആവട്ടെ, ഐ ഡോണ്ട് കെയർ. സ്വയം എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് അവൻ അവളെ ഒന്ന് നോക്കിയ ശേഷം വീണ്ടും ഡ്രൈവിങ്ങിൽ ശ്രദ്ധ കൊടുത്തു. പക്ഷേ അവൻ്റെ മനസ്സിൽ നീലേശ്വരം വീട്ടിലെത്തിയാലുണ്ടാകുന്ന കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതേ നിമിഷം സാറ നല്ലൊരു സുന്ദരമായ സ്വപ്നത്തിലായിരുന്നു. ഒരു വലിയ തടാകത്തിനടുത്ത് നിറഞ്ഞു നിൽക്കുന്ന താമരപ്പൊയ്കയിലേക്ക് കണ്ണു നിറച്ചുകൊണ്ട് നോക്കിയിരിക്കുന്നവളുടെ മുന്നിലേക്ക് വെള്ളത്തിൽ നിന്നും പൊന്തി വന്നു അവൻ. ഒരു വേള പരസ്പരം അങ്ങനെ ഒരു നിമിഷത്തിൽ കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ അവളുടെ മാൻപേട മിഴികളിലാണെങ്കിൽ അവളുടെ മിഴികൾ അത്ഭുതത്തോടെ ചെന്ന് പതിച്ചത് അവൻ്റെ ഇടനെഞ്ചിലെ രൂപത്തിലേക്കാണ്. ഏതോ മായാത്ത ലോകത്തെന്ന പോലെ ചുണ്ടിൽ ആരെയും മയക്കുന്ന വശ്യമായ ചിരിയോടെ അവൾ അവൻ്റെ മുന്നിൽ ചെന്ന് നിന്നു. എന്നാൽ അവൻ്റെ നെഞ്ചിൽ അവൾ കൈകൾ ചേർക്കാൻ ഒരുങ്ങും മുന്നേ അവളെ ആരോ പിറകിലേക്ക് ശക്തമായി തള്ളിയിരുന്നു. ആ പെടുന്നനെ കണ്ട സ്വപ്നത്തിൻ്റെ ഫലമായി ആർത്തു വിളിച്ചു കൊണ്ടവൾ ഞെട്ടി എഴുന്നേറ്റപ്പോൾ കാണുന്നത് ഫോൺ കയ്യിൽ പിടിച്ച് അവളെ നോക്കി നെറ്റിച്ചുളിക്കുന്ന ആദിയെയാണ്. വാട്ട് ഹാപ്പൻഡ്? അവൻ്റെ ചോദ്യവും നോട്ടവും ഒക്കെ കണ്ടപ്പോൾ അവൾക്ക് ആ സ്വപ്നം തന്നെയാണ് ഓർമ്മ വന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊന്നും ഓർക്കാതെ ധൃതിയിൽ സീറ്റ് ബെൽറ്റ് ഊരി മാറ്റിക്കൊണ്ടവൾ കൈകൊണ്ട് ആദിയുടെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ച് അവളിലേക്ക് അടുപ്പിച്ചു. സംശയത്തോടെ ഇരുപുരികവും ഉയർത്തി തന്നെ നോക്കിയിരിക്കുന്ന ആ ചാരമിഴികളുടെ നോട്ടത്തെ അവഗണിച്ചു കൊണ്ടവൾ ധൃതിയിൽ അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺ അയച്ചുകൊണ്ടിരുന്നു. ഹേയ്, വാട്ട് ആർ യു ഡൂയിങ്? ആർ യു മാഡ്? ലീവ് മീ. ആദ്യത്തെ 2 ബട്ടൺ അയച്ചു കഴിഞ്ഞു. പിന്നെയും അത് തുടർന്ന് അവളെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ പല്ല് കടിച്ചുകൊണ്ടവൻ ദേഷ്യത്തിൽ പറഞ്ഞു, പ്ലീസ്, ഞാൻ ഒറ്റൊരു പ്രാവശ്യം കണ്ടോട്ടെ, പ്ലീസ്. ഇല്ലേൽ. വെപ്രാളപ്പെട്ട് അടുത്ത ബട്ടൺ അവളുടെ കൈയിനാൽ അടർന്നു മാറിയപ്പോൾ കണ്ടു ഇടനെഞ്ചിൽ പച്ച കുത്തിയിരിക്കുന്ന ത്രിശൂലം. ഒരു വേള ശ്വാസം വിലങ്ങിയ പോലെ കണ്ണും വിടർത്തിക്കൊണ്ടവൾ അതിലേക്ക് ഉറ്റുനോക്കി. ആ സമയം ആദ്യം അവളുടെ മാൻപേട മേഖലയിലെ പിടപ്പുകൾ നോക്കി അവൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് തെല്ലൊരാകാംക്ഷയോടെ നോക്കിയിരിക്കുകയായിരുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ അവളുടെ മുഖം അവൻ്റെ നെഞ്ചിലേക്ക് താഴ്ന്നു വരുന്നു എന്ന് മനസ്സിലാക്കിയ ആദി പെടുന്നനെ അവളെ പിന്നിലേക്ക് തള്ളി നേരെ ഇരുന്ന് അഴിഞ്ഞുകിടന്ന ബട്ടൺ നേരെയിട്ടു. അപ്പോൾ മാത്രമാണ് സാറയ്ക്ക് ബോധം വന്നത്. താൻ ചെയ്തതും ചെയ്യാൻ പോണതുമായ കാര്യങ്ങളെപ്പറ്റി ഓർത്തപ്പോൾ കൈകൊണ്ട് വായ പൊത്തിപ്പിടിച്ചുകൊണ്ട് അവൾ അവനെ നോക്കിയപ്പോൾ അവളെ നോക്കാതെ അവൻ കാർ സ്റ്റാർട്ട് ചെയ്തിരുന്നു. കർത്താവേ, സ്വപ്നത്തിൻ്റെ പുറത്ത് ചെയ്യാൻ പോയതാ, അറിഞ്ഞോണ്ടല്ല. ആദി സാർ എന്ത് കരുതി കാണുമോ എന്തോ. സാറ ആത്മാ. പക്ഷേ അതിനെപ്പറ്റി ആദ്യം അവളോട് പിന്നെ ഒന്നും ചോദിക്കാത്തത് കണ്ട് ആശ്വാസത്തോടെ അവൾ നെഞ്ചിൽ കൈവച്ചു. അങ്ങനെ അധികം വൈകാതെ തന്നെ ആദിയുടെ കാർ നീലേശ്വരം എന്ന് സ്വർണ്ണലിപികളാൽ കൊത്തുപണി ചെയ്തു ഗേറ്റിൽ സ്ഥാപിച്ച വഴിയിലേക്ക് കടന്നു. വല്ലാത്തൊരു അത്ഭുതത്തോടെയും ആകാംക്ഷയോടെയുമാണ് സാറ മുന്നിലുള്ള ആ ബംഗ്ലാവിന് സമാനമായ ആ വീട് നോക്കിക്കണ്ടത്. അത്രയും വലിയ വീടും അതിലേക്ക് എത്തുന്ന വഴിയെ ഇരുഭാഗത്തുമായി വെച്ച് പിടിപ്പിച്ച പൂന്തോട്ടവുമൊക്കെ അവൾ ആദ്യമായാണ് കാണുന്നത് തന്നെ. കാർ പോർച്ചിലേക്ക് വണ്ടി കൊണ്ട് നിർത്തിയപ്പോൾ ആദ്യ സീറ്റ് ബെൽറ്റ് അയച്ച് സാറയെ നോക്കി. അപ്പോൾ അവനെ നോട്ടം കണ്ടപ്പോൾ സാറയും മടിയോടെയും പേടിയോടെയും ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. എന്നാൽ അടുത്ത നിമിഷം വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോൾ ഓരോരുത്തരായി പുറത്തേക്ക് വരുന്നത് കണ്ട സാറ പേടിയോടെ വേഗം തന്നെ കാറിൽ നിന്നും ഇറങ്ങി നടന്നു വരുന്ന ആദിയുടെ അരികിലേക്ക് ചെന്ന് അവൻ്റെ പിറകിൽ പോയി നിന്നു. ഏഞ്ചൽ. തനിക്ക് പിറകിൽ പേടിച്ച് വിറച്ച് മുന്നിലേക്ക് നോക്കി നിൽക്കുന്നവളെ നോക്കിക്കൊണ്ടവൻ ഗൗരവത്തോടെ വിളിച്ചതും സാറ കണ്ണുകൾ വിടർത്തിക്കൊണ്ട് അവനെ നോക്കി.
അന്നാദ്യമായി കാരണമറിയാത്തൊരു പുഞ്ചിരി അവളിൽ വിരിഞ്ഞു.